അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്നരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി 147 സങ്കീർത്തനം 3 വാക്യം നമുക്ക് വായിക്കാം. മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം കേട്ടത്. മനുഷ്യൻ്റെ കഷ്ടത കാണുമ്പോൾ അതിൽ സന്തോഷിക്കുന്ന വ്യക്തികൾ ചിലപ്പോൾ കണ്ടേക്കാം. എന്നാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മനുഷ്യൻ്റെ കഷ്ടതയിൽ സഹതാപം കാണിക്കുന്നവനാണ്. ഇടയനില്ലാത്ത ആടുകളെപ്പോലെ ചിന്നിയവരായി ജനത്തെ കണ്ടപ്പോൾ യേശുവിന് അവരോട് മനസ്സലിവ് തോന്നിയെന്ന് മത്തായി എഴുതിയ സുവിശേഷം 9 അധ്യായം 36 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവൻ പുരുഷാരത്തെ ഇടയനില്ലാത്ത ആടുകളെപ്പോലെ കുഴഞ്ഞവരും ചിന്നിയവരുമായി കണ്ടിട്ട് അവരെക്കുറിച്ച് മനസ്സലിഞ്ഞു. മത്തായി എഴുതിയ സുവിശേഷം 9 അധ്യായം 36 വാക്യമാണ് നാം കേട്ടത്. യേശു കണ്ട ആ പുരുഷാരത്തിന് വാസ്തവത്തിൽ ഇടയന്മാർ ഉണ്ടായിരുന്നു. അവർ ആരെല്ലാം എന്നാൽ മഹാപുരോഹിതന്മാർ, പുരോഹിതന്മാർ, ന്യായപ്രമാണം പഠിപ്പിക്കുന്ന ശാസ്ത്രിമാർ എന്നിവരും ആ കാലഘട്ടത്തിലെ വിശുദ്ധന്മാർ എന്ന് സ്വയം അഭിമാനിച്ചിരുന്ന പരീശന്മാരുമായിരുന്നു അത്. എന്നാൽ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തെ ആ കാലഘട്ടത്തിൽ വികലമാക്കിയിരുന്നു. അന്ന് ഉപയോഗിച്ചിരുന്ന പ്രമാണം യഹോവയുടെ പ്രമാണം എന്ന് പറഞ്ഞിരുന്നെങ്കിലും ന്യായപ്രമാണത്തെ പഠിപ്പിച്ചിരുന്ന ശാസ്ത്രിമാർ എന്ന ടീച്ചേഴ്സ് അതിനെ വ്യാജമാക്കി മാറ്റിയിരുന്നുവെന്ന് യിരെമ്യാ പ്രവചനം 8 അധ്യായം 8 വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഞങ്ങൾ ജ്ഞാനികൾ, യഹോവയുടെ ന്യായപ്രമാണം ഞങ്ങളുടെ പക്കലുണ്ടെന്ന് നിങ്ങൾ പറയുന്നത് എങ്ങനെ? ശാസ്ത്രിമാരുടെ കള്ള എഴുത്തുകോൽ അതിനെ വ്യാജമാക്കി തീർത്തിരിക്കുന്നു. യിരെമ്യാ പ്രവചനം 8 അധ്യായം 8 വാക്യമാണ് നാം കേട്ടത്. വ്യാജമാക്കി മാറ്റിയിരുന്ന അവരുടെ പാരമ്പര്യം ആയിരുന്നു ഇന്നത്തെ പോലെ തന്നെ അന്ന് ശാസ്ത്രിമാർ അഥവാ ബൈബിൾ ടീച്ചേഴ്സ് ജനത്തെ പഠിപ്പിച്ചിരുന്നത്. വ്യാജമാക്കി മാറ്റിയ പാരമ്പര്യത്തിൽ പെരുന്നാളുകളെക്കുറിച്ചും വാവുകളെക്കുറിച്ചും കൂടാര പെരുന്നാളിനെക്കുറിച്ചും എഴുതിയിട്ടുണ്ട്. എങ്കിലും ജനത്തിന് സമാധാനവും നിത്യജീവനും പ്രാപിക്കുവാനുള്ള ന്യായപ്രമാണത്തിലെ സത്യങ്ങളെ അന്നത്തെ പുരോഹിതന്മാരും മഹാപുരോഹിതന്മാരും ജനത്തെ പഠിപ്പിച്ചിരുന്നില്ല. ആകയാൽ ജനം പാപനിമിത്തം മരിച്ച ആത്മാവിന് ഉടമകളായിരുന്നു. അവർക്ക് ജീവനുണ്ടായിരുന്നെങ്കിലും അവരുടെ ആത്മാക്കൾക്ക് അവരുടെ പാപനിമിത്തം ദൈവവുമായി ബന്ധപ്പെടുവാൻ കഴിയുമായിരുന്നില്ല. ആ കാലത്താണ് യേശു അവരെ കാണുന്നത്. അവരെ കണ്ടപ്പോൾ യേശുവിന് അവരോട് കരുണ തോന്നി. കാരണം അവരെ നേർവഴിക്ക് നടത്തുന്ന നല്ല ഇടയന്മാർ ഇല്ലാത്തതിനാൽ സമാധാനം ലഭിക്കുമെന്ന ചിന്തയാൽ അവർ പെരുന്നാൾ ആഘോഷിക്കുന്നു. എന്നാൽ അതിനുശേഷം സമാധാനമില്ലാത്തവരായി, നിത്യജീവൻ പ്രാപിക്കുവാൻ കഴിയാത്തവരായി, അവരുടെ പാപമുള്ള ഹൃദയത്തോടെ, കഠിന ഹൃദയത്തോടെ ദൈവകൃപ പ്രാപിക്കാതെ ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോകുന്നു. എന്നാൽ നാം വായിച്ചു കേട്ട 147 സങ്കീർത്തനം 3 വാക്യത്തിൽ അന്നുണ്ടായിരുന്ന ജനത്തോടും നമ്മോടും കർത്താവിന് ഒന്നേ പറയാനുള്ളൂ: സ്വർഗരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെടുവിൻ. മത്തായി എഴുതിയ സുവിശേഷം 4 അധ്യായം 4 വാക്യത്തിൽ ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് മാനസാന്തരപ്പെടണമെന്ന് കർത്താവ് നമ്മോട് പറയുന്നത്? ഏതിൽ നിന്നെല്ലാം നമുക്ക് മാനസാന്തരം ആവശ്യമുണ്ട്? നമുക്ക് ഇതിനെക്കുറിച്ച് അല്പമായി ചിന്തിക്കാം. മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കും, അവരുടെ മുറിവുകളെ അവൻ കെട്ടും. ഇതാണ് 147 സങ്കീർത്തനം 3 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പാപബോധത്താൽ, പശ്ചാത്താപത്താൽ ഒരു മനുഷ്യൻ്റെ കഠിനമായ ഹൃദയം മുങ്ങിപ്പോകുമ്പോൾ അവൻ്റെ ഹൃദയം കഠിനത മാറി പാപത്തിൽ നിന്നും എന്നെ രക്ഷിക്കണമേ എന്ന് അവൻ്റെ സൃഷ്ടാവിനോട് നിലവിളിക്കും. അതുവരെയും കരയാതിരിക്കുന്ന വ്യക്തികൾ ആ നിമിഷം കുറ്റബോധത്താൽ നിലവിളിക്കുവാൻ തുടങ്ങും. 51 സങ്കീർത്തനത്തിൽ ദാവീദിൻ്റെ നിലവിളി ശബ്ദം നമുക്ക് കേൾക്കുവാൻ കഴിയും. 51 സങ്കീർത്തനം 17 വാക്യത്തിൽ ദാവീദ് പറയുകയാണ്: തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല. ഇവിടെ കാണുന്ന തകർന്നും നുറുങ്ങിയുമുള്ള ഹൃദയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പാപബോധം വന്നപ്പോൾ അതിൽ നിന്നും രക്ഷിക്കുന്നതിനായി, പാപത്തിൽ നിന്നും രക്ഷിക്കുന്നതിനായി ദൈവത്തോട് നിലവിളിച്ചപ്പോൾ അവൻ്റെ പാപം ക്ഷമിച്ചു കൊടുത്തതിനാൽ തൻ്റെ ഹൃദയകാഠിനം നീങ്ങിപ്പോയ അവസ്ഥയിലുള്ള തൻ്റെ ഹൃദയമാണ് തകർന്ന ഹൃദയം. ദൈവം നമുക്ക് പാപബോധം തരുമ്പോൾ നാം നമ്മുടെ പാപങ്ങളെക്കുറിച്ച് അനുദപിക്കുകയും ഇനി പാപം ചെയ്യാതെ ജീവിച്ചു കൊള്ളാമെന്ന് തീരുമാനമെടുക്കുകയും ചെയ്യുമ്പോൾ യേശു ക്രിസ്തു നമുക്ക് പാപക്ഷമ തരികയും നമ്മുടെ
ഹൃദയകാഠിന്യം നീങ്ങിപ്പോവുകയും ചെയ്യുന്നു. തന്നെയുമല്ല, യേശു ക്രിസ്തു നമ്മുടെ ഹൃദയമുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു. അതെങ്ങനെയെന്നാൽ ദൈവം നമുക്ക് പാപക്ഷമ തരുന്ന സമയം തന്നെ തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ നിറയ്ക്കുന്നതിനാൽ നമ്മുടെ ഹൃദയം ദൈവിക സമാധാനത്താൽ നിറയുന്നു. ഇപ്രകാരം തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്ന വ്യക്തികളുടെ ഹൃദയത്തിൽ യേശു വസിക്കുന്നതിനാൽ ആ വ്യക്തിക്ക് ദൈവം സമീപസ്ഥനായിത്തീരുന്നു. ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് ഹൃദയത്തിന് സമാധാനവും ശരീരത്തിന് സൗഖ്യവും നൽകുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. ആകയാൽ എന്നെ കേൾക്കുന്ന ദൈവമകനെ, ദൈവമകളെ, നമുക്ക് യേശുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് പാപം ചെയ്യാതെ ജീവിച്ചുകൊണ്ട് ഹാനോക്കിനെ പോലെ ദൈവത്തോടു കൂടെ നടക്കാം, അഥവാ ദൈവത്തോടു കൂടെ ജീവിക്കാം. നാം അപ്രകാരം ജീവിക്കാമെങ്കിൽ നമ്മെ തകർക്കുന്ന വ്യാജ കുറുക്കന്മാർ ആരും നമ്മെ പിന്തുടരുകയോ വഞ്ചിക്കുകയോ നമ്മുടെ തലമുറകൾ തകരുവാൻ ഇടവരികയോ ചെയ്യാതെ നമ്മെ സാത്താൻ്റെ കിണയിൽ നിന്നും രക്ഷിക്കുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. നാം ഏതിൽ നിന്നെല്ലാം മാനസാന്തരപ്പെടണമെന്ന് നമുക്ക് നോക്കാം. ജനത്തിൻ്റെ ഇടയിൽ ഏഷണി പറഞ്ഞ് നടക്കുക, മറ്റുള്ളവരെ കുറ്റം പറയുക, നുണ പറഞ്ഞ് നടക്കുക, മറ്റുള്ളവരെ തമ്മിൽ അടുപ്പിക്കുക, ഏതെങ്കിലും വ്യക്തികൾക്കെതിരെ ഹൃദയത്തിൽ ദോഷം ചിന്തിക്കുക, മോഷ്ടിക്കുക, കള്ളക്കാര്യത്തിൽ താല്പര്യം കാണിക്കുക, മറ്റുള്ളവരെ ആക്ഷേപിക്കുകയും ജയിക്കുവാൻ വേണ്ടി മറ്റുള്ളവരെ കള്ളക്കേസിൽ കൊടുക്കുകയും ചെയ്യുക, മറ്റുള്ളവരെ വഞ്ചിക്കുക, അതിന് കവർച്ച ചെയ്യുക, മറ്റുള്ളവരുടെ ഉയർച്ചയിൽ അസൂയപ്പെടുക, സ്വന്തം കഴിവിൽ അഹങ്കരിക്കുക, മറ്റുള്ളവരുടെ പ്രശംസ ആഗ്രഹിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുക, മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, മരിച്ചവരോട് പ്രാർത്ഥിക്കുക, മുഹൂർത്തം നോക്കുക, മന്ത്രവാദികളുടെ അടുക്കൽ പോവുക, മന്ത്രവാദം ചെയ്യുക, സഹോദരനെ മൂട എന്ന് പറയുക, മാതാപിതാക്കളെ നിന്ദിക്കുക, മക്കളെ കോപിപ്പിക്കുക, മക്കളെ ദൈവകൽപ്പന അനുസരിക്കുവാൻ അനുവദിക്കാതെ തെറ്റായ ഉപദേശം കൊടുത്തുകൊണ്ട് ദൈവത്തിൽ നിന്നും അകറ്റുകയും സ്വയം ദൈവകൽപ്പന അനുസരിക്കാതെ ദൈവത്തോട് പാപം ചെയ്യുകയും ചെയ്യുക. ഇതെല്ലാം ദൈവം വെറുക്കുന്ന പാപങ്ങളും നിത്യനരകത്തിലേക്ക് വീഴുവാൻ കാരണമാകുന്ന കാര്യങ്ങളുമാകയാൽ ഇതെല്ലാം നാം ഉപേക്ഷിക്കേണ്ടതും ഇതിൽ നിന്നെല്ലാം നാം മാനസാന്തരപ്പെടേണ്ടതും അത്യാവശ്യമാണ്. ഇതിൽ നിന്നെല്ലാം മാനസാന്തരപ്പെട്ട് ദൈവത്തെ അവൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് സ്നേഹിപ്പിൻ എന്നാണ് മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ എന്നതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു അർത്ഥമാക്കുന്നത്. ആകയാൽ നമുക്ക് ദൈവം തന്നിട്ടുള്ള ക്ഷണികമായ ഈ ഭൂമിയിലെ ജീവിതത്തിൽ നാം കേട്ട പാപസ്വഭാവങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പ് വരുത്തി ബൈബിൾ വായിക്കുകയും കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയും ചെയ്തുകൊണ്ട് ഈ ഭൂമിയിൽ നമുക്ക് ജ്യോതിഷികളെ പോലെ ജീവിക്കാം, നിത്യജീവൻ അവകാശികളായി തീരുകയും ചെയ്യാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ അങ്ങയെ തിരിച്ചറിയാതിരിക്കുന്നുവെങ്കിൽ അങ്ങയെ തിരിച്ചറിയുവാൻ തക്ക ഹൃദയം അവർക്ക് കൊടുക്കണമേ. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. സമാധാനമില്ലാത്തവർക്ക് സമാധാനം കൊടുക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും ഓർമ്മശക്തിയും കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.